ഹലോ വെൽക്കം ലാസ്റ്റ് മലയാളം. ഇന്ന് ഞാൻ രണ്ട് പെർഫ്യൂംസ് പരിചയപ്പെടുത്താം. ഇന്ന് എനിക്ക് കിട്ടിയ രണ്ട് പെർഫ്യൂംസ്, ഒരെണ്ണം ഞാൻ റിപ്പീറ്റഡ്ലി വാങ്ങിച്ചതാണ്, ഒരെണ്ണം പുതിയതായിട്ട് വാങ്ങിച്ചത്. കാരണം യൂട്യൂബിൽ കുറച്ചധികം ആളുകൾ റിവ്യൂ ചെയ്തൊക്കെ കണ്ടപ്പോൾ വാങ്ങിച്ചതും. സോ ഇത് ആമസോണിൽ നിന്ന് വന്നതാണ്. ഈ യൂട്യൂബിൽ കണ്ടു എന്ന് പറഞ്ഞത്, മറ്റേത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ രണ്ടും ഞാൻ പറയാം. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല, ഒന്ന് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതെന്താണെന്നുള്ളത്. ഓക്കെ, ഫ്ലിപ്കാർട്ടിൻ്റെ പാക്കിങ് ചെറിയ പാക്കിംഗ് ആയിരുന്നു, പക്ഷെ ഇവിടെ വലിയ പാക്കിംഗ്. ഓക്കെ, ഇത്രയും വലിയ ബോക്സിൻ്റെ ഉള്ളത് ഇതാണ് സാധനം വന്നിട്ടുള്ളത്. ബ്ലാങ്കോ എന്ന് എഴുതിയിട്ടുണ്ട്. 999 ആണ് ഇവിടെ പ്രൈസ്. ഈ ബ്ലാങ്കോ ഞാൻ വാങ്ങിയത് 420 റുപ്പീസിനാണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ ഉണ്ടായിരുന്നു 499. അപ്പോൾ ഇവിടെ 420 വരുന്നുള്ളൂ. ബ്ലാങ്കോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഒരു ക്രീഡാമെൻസിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് തുറക്കുമ്പോഴേ തന്നെ. ഓക്കെ, ഇനി ഇത് എങ്ങനെ ഉണ്ട് നോക്കാം. ഇതിപ്പോൾ കുറേ ആൾക്കാർ വീഡിയോ ചെയ്തൊക്കെ കാണുന്നുണ്ട്. ഞാൻ ജസ്റ്റ് വാങ്ങിച്ചതാണ്. ഇത് എന്താണെന്നൊന്നും അറിയണമല്ലോ. ഓക്കെ, ഇങ്ങനെയാണ് പെർഫ്യൂംസ്. എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 പെർഫ്യൂംസ് ഉണ്ട്. സോ ഈ 8 പെർഫ്യൂംസ് ഉള്ള ഈ ഒരു പാക്കിന് 420 റുപ്പീസ് അത്ര എഴുതുന്നു. ഐ തിങ്ക് ഇത് EDP കോൺസെൻട്രേഷൻ ആണ് തോന്നുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. സോ എല്ലാത്തിനും ഇവിടെ ബ്ലാങ്കോ എന്നിങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വണ് എടുത്ത് നോക്കാം. ഇതിൻ്റെ പേര് ഡസ്ക് എന്നാണ്. ഓരോന്നോരോന്ന് പേര് നോക്കാം. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് പേര് എന്ന് പറയാം. അതിൻ്റെ പേര് ഡോണ്. പേര് താഴെ ചെറുതായിട്ട് കൊടുത്തേക്കാണ്. ഒരെണ്ണം ലെജൻഡ്, ഒരെണ്ണം സ്പോർട്സ്. ഇതിൽ നല്ലോണം ബ്ലൂഡിഷൻ ക്രീഡവൻറ്റസിന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഓക്കെ, ഒരെണ്ണം ബില്ലേനിയർ. ഓക്കെ, ഒരെണ്ണം എംപയർ. ഇത് പെർഫ്യൂം കോൺസെൻട്രേഷനാണ്. ഓട പെർഫ്യൂം അല്ല, അതിൻ്റെ മേലെയുള്ള കോൺസെൻട്രേഷൻ ആണ് കേട്ടോ. ഇന്ത്യൻ ഊത്ത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഓൾഡ് മണി. എന്നാൽ പിന്നെ ഈ ഓൾഡ് മണി ആദ്യം എടുത്ത് നോക്കാം. എന്തെങ്കിലും പഴയ പൈസൻ്റെ സ്മെല്ലാണോ നോക്കി നോക്കാം. കിട്ടുന്നുണ്ടോ നമുക്ക്. ഇതേതൊരു ലെതർ പെർഫ്യൂമിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ആണ്. ഈ ഓംബർ ലെതറിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ് അതിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഓക്കെ, ഏതിൻ്റെ ക്ലോണാന്ന് അറിഞ്ഞൂടാ. ഓൾറെഡി ഞാനിപ്പോൾ എൻ്റെ ബോഡിയിൽ വേറെ പെർഫ്യൂമിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ട്. ഇനി ഈ നെക്സ്റ്റ് വൺ നമുക്ക് ബില്യനെയർ അപ്ലൈ ചെയ്ത് നോക്കാം. വരുന്നില്ലല്ലോ, കംപ്ലൈൻ്റ് ആണ് തോന്നുന്നു. കംപ്ലൈൻ്റ് ആണ്. ബില്യനെയറിൻ്റെ ആറ്റമൈസർ കംപ്ലൈൻ്റാണ്. ഓക്കെ, ചെറുതായിട്ട് പെർഫ്യൂം വന്നത്. അത് ക്രീഡാമെൻറ്റസിൻ്റെ ഫ്രാഗ്രൻസ് ആണ്. അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളത് ആ ഒരു സ്മെല്ല് വന്നത്. എംപയർ, ഞാനത് എംപയർ ആവും ക്രീഡാമെൻറ്റസ് എന്നൊക്കെ കരുതിയത്. ഓക്കെ, ഇത് ഞാൻ നോക്കാം. ഇത് നോക്കാം. ഇത് നല്ല ഫ്രാഗ്രൻസ്. ഇതൊരു ഫ്രഷ്നെസ്സും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി ഒരു സ്പൈസി നോട്ട്സ് ഒക്കെ വരുന്ന പോലെ. ചെറിയ ലീക്ക് ഉണ്ട് ഇതിൽ എംപയറിന്. ഇത് ടൈറ്റ് അല്ല, ക്യാപ്പ് ഇത് ടൈറ്റ് അല്ലാത്തതുകൊണ്ടാണ് അവരെ ടൈറ്റ് ആക്കാൻ വിട്ടതായിരിക്കും. കാരണം ഇത് ത്രെഡ് ആയതുകൊണ്ട് ചെറിയ ലീക്ക് ഉണ്ട്. ഓക്കെ, എംപയർ തിരക്കടയ ഒരു സ്പൈസി, ഒരു ഫ്രഷ് സ്പൈസി ഒരു പോലത്തെ ഒരു ഫ്രാഗ്രൻസ് ആയിട്ട്. നെക്സ്റ്റ് ഇന്ത്യൻ ഊത്ത് അപ്ലൈ ചെയ്തിട്ട് എന്താണെന്നുള്ളത്. ആറ്റമൈസർ ഷോക്കാണ് കേട്ടോ. ഓ, ഇത് നല്ല നമ്മളെ ഇൻ്റർലൂഡിൻ്റെ ഒക്കെ പോലത്തെ ഫ്രാഗ്രൻസ്. അതിൽ ഊതും ഒരു സ്മോക്കി ഫ്രാഗ്രൻസ് ആണ് അത് കിട്ടിയത്. തിരക്കടില്ല, അത് നല്ലൊരു ഫ്രാഗ്രൻസ്. എനിക്ക് തോന്നുന്നത് അത് നല്ലോണം ലാസ്റ്റ് ചെയ്ത് തോന്നുന്നുണ്ട്. ഇനി ഡസ്ക് ചെറുതായിട്ട് എവിടേക്കോ നമ്മൾ ഈ കശുവണ്ടീൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അത് ഈ നമ്മുടെ കശുവണ്ടി ഈ ചുട്ട് കഴിഞ്ഞാലൊക്കെ ഉള്ളൊരു സ്മെല്ലൊക്കെ അത് വരുന്നുണ്ട്. ഡസ്ക് അത് ഡെറ്റോളുടെ സ്മെല്ല്. ഇതിൽ നിന്ന് എനിക്ക് ഡെറ്റോളിൻ്റെ സ്മെല്ലായിട്ട് കേട്ടോ.
ഇനി കാരണം ഇനിയിപ്പോൾ എന്തായാലും അത് സെൻസ് ചെയ്യാൻ പറ്റൂല. കുറച്ച് പെർഫ്യൂംസ് ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തത് ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ അത് ഏതാണെന്നുള്ളത്. ഡൗൺ, കാരണം ഇതിപ്പോൾ ഞാൻ എയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതും ഇതിന് മുന്നേ അപ്ലൈ ചെയ്തത് രണ്ടും കൂടിയൊക്കെ അങ്ങോട്ടും കൂടെ മിക്സ് ആവും. ഓക്കെ, അപ്പോൾ അതിൽ ലോജിക്കില്ല. ഇപ്പോൾ സ്മെല്ല് കറക്റ്റ് അല്ല വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും രണ്ടും കൂടി നോക്കാം. അത് കുഴപ്പമില്ല. ഡൗണും ഒരു ചെറിയ ഒരു ഫ്രഷ്നെസ് ആണ് വരുന്നത്. ഏതാണെന്നുള്ളത് ഇനിയിപ്പോൾ മനസ്സിലാവില്ല. ഇത് ലെജൻഡാണ്. ഇതൊന്നും ഇപ്പോൾ സ്മെല്ല് കറക്റ്റ് അല്ല. സ്പോർട്സ് ഇതും ഫ്രഷാണ്. അതൊക്കെ ഫ്രഷ് സ്മെല്ലാണ്. പക്ഷെ എന്താണെന്നുള്ളത് മനസ്സിലാണില്ല. കാരണം ഞാൻ ഓൾറെഡി ഇവിടെ അപ്ലൈ ചെയ്ത ആ ഇന്ത്യൻ ഊത് ഇവിടെയൊക്കെ സ്പ്രെഡ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് അപ്ലൈ ചെയ്താലും എനിക്കൊരു സ്മെല്ലും കിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടിയ പെർഫ്യൂംസ്. എന്നോട് ചിലരൊക്കെ പറയും നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ സൗണ്ട് സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ ഈ സൗണ്ട് കേൾക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഞാൻ ഈ AC ഓൺ ചെയ്യണം, അല്ലെങ്കിൽ ഫാൻ ഓൺ ചെയ്യണം. ഇത് രണ്ടും ഇപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടാൽ ഞാൻ ഇതേപോലെ വേർക്കുകയും ചെയ്യും. അതാണ് പ്രശ്നം. അപ്പോൾ അത് ഓൺ ചെയ്യുമ്പോൾ വീഡിയോൻ്റെ ഉള്ളിൽ ഈ സൗണ്ട് വരികയും ചെയ്യും. പിന്നെ ഇത് നോയ്സ് ഞാൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ വീഡിയോക്ക് തീരെ ക്വാളിറ്റി ഇല്ലാതായി പോകുന്നുണ്ട്. ഐ മീൻസ് വോയിസ് ക്ലാരിറ്റി നല്ലോണം കുറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഞാൻ നേരിടുന്നതുകൊണ്ടാണ് ചില വീഡിയോയിലൊക്കെ ആ ഒരു സൗണ്ട് വരുന്നത്. ഈ ഒരു ബ്ലോവറിൻ്റെ സൗണ്ടാണത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ബ്ലാങ്കോ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് എടുത്തോളും. അവിടെയാണ് പ്രൈസ് കുറവ്. അപ്പോൾ ഇനി അടുത്തൊരു പെർഫ്യൂം ഏതാണെന്ന് വെച്ചാൽ ഇത് ബെല്ലാവിറ്റാണ്. ബെല്ലാവിറ്റ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. ഹണിയൂത്ത്. ഓക്കെ, ഇവിടെ ഹണിയൂത്ത് ഉണ്ട്. അപ്പോൾ ഇത് ബെല്ലാവിറ്റ ഹണിയൂത്താണ്. ഇതിപ്പോൾ ഇതാണ് സാധനം. ഓക്കെ, ഇത് ഞാൻ മുമ്പ് വാങ്ങിയിട്ടില്ല. മുമ്പ് ഏതൊക്കെയോ ബെല്ലാവിറ്റ വാങ്ങിയിട്ടുണ്ട്. ഒന്നിച്ചുള്ള ഒരു പാക്ക് ഇതേപോലത്തെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുന്നേ ഞാൻ വേറെ ഏതോ 2-3 എങ്ങാനും വാങ്ങിച്ചതുകൊണ്ട് അതൊക്കെ എവിടെ നോക്കണം ഇനി. ഓക്കെ, ഇത് ഹണിയൂത് ഞാൻ വീണ്ടും പർച്ചേസ് ചെയ്തതാണ്. കാരണം ഞാൻ ചെറുത് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓൾറെഡി അത് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഹണിയൂത് ഞാൻ വാങ്ങിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് ഓൾറെഡി വാങ്ങിച്ചു. പക്ഷെ ആ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല. പബ്ലിഷ് ചെയ്യാതിരിക്കുന്നതല്ല, അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. പബ്ലിഷ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസ് ഇങ്ങനെ 1 by 1 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് എന്താ പറയുക, അതിൻ്റെ ഇടയിൽ ഇത് കിട്ടിയതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ഒന്നിച്ചൊരു ഒരു വീഡിയോ എടുത്തുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ആ വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് ഇത് വാങ്ങിക്കും എന്നുള്ളത്. ഹണിയൂതാണത്. ഇത് നല്ല ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ഇത് ഏതിൻ്റെ ഇൻസ്പയർഡ് ആണ്, ഇത് എന്താണ് ഞാനിത് വീണ്ടും വാങ്ങിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കണ്ടു അത് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽസ്. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാനുള്ള കാര്യം എന്താണ്, ഇത് ഞാൻ ആദ്യം ഇവരെ വെബ്സൈറ്റിൽ നിന്നാണ് നോക്കിയത്. ഇതിന് 449 ആണ് MRP വരുന്നത്. ഈ 449 ഇത് 20 ml. പക്ഷേ ഇവരെ ബെല്ലാവിറ്റിൻ്റെ സൈറ്റിൽ 199 പ്രൈസ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കയറി നോക്കിയപ്പോൾ 199 ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് 239 മീൻസ് 40 rupees കൊറിയർ ചാർജസ് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 239. പിന്നെ ഞാൻ വെറുതെ കൊറിയർ ചാർജ് ഫ്ലിപ്കാർട്ടിൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കുക. കാരണം ഫ്ലിപ്കാർട്ടിലും മിന്ത്ര ഇതിലൊന്നും കൊറിയർ ചാർജസ് വരാറില്ല. കാരണം ഫ്ലിപ്കാർട്ടിൽ ഞാൻ ആ പ്ലസ് മെമ്പറുമാണ്, മിന്ത്ര ഇൻസൈഡറിലെ മെമ്പറുമാണ്. മിന്ത്രയിലാണ് നല്ലോണം ബെനിഫിറ്റ് ഉള്ളത്. എപ്പോഴും നമുക്ക് കൂപ്പൺസ് കിട്ടും. ഈ 500 rupeesൻ്റെ 1000 rupeesൻ്റെ 250 rupeesൻ്റെ ഒക്കെ കൂപ്പണുകൾ കിട്ടും. അപ്പോൾ നമുക്ക് അതായിട്ട് വേറെ ഒന്നും വാങ്ങിക്കണമെന്നില്ല. എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ നമുക്ക് അത് വെച്ചിട്ട് തന്നെ സാധനം വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ ഒരു ഇൻസൈഡേഴ്സിന് അങ്ങനെ കിട്ടാറുണ്ട്. അങ്ങനെ എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട് മിന്ത്ര. ഓക്കെ, അത് നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ മിന്ത്രയിൽ ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ അവിടെ 199 ഫ്രീ ഡെലിവറി. അപ്പോൾ എനിക്ക് തോന്നി 40 rupees പോട്ടെ എന്നുള്ളതല്ല, ഫ്ലിപ്കാർട്ട് കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കയറി നോക്കുമ്പോൾ 179 കിട്ടുന്നുണ്ട്. 20 coins കൊടുത്താൽ മതി. പിന്നെ ചില നമ്മൾ പെർഫ്യൂംസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൽ കാണിക്കും നിങ്ങൾ Paytm-ലൂടെ പേ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു 20 rupees എക്സ്ട്രാ ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചെറിയ പെർഫ്യൂംസിലൊക്കെ 20 rupees പറയുമ്പോൾ നമുക്ക് 10% ഡിസ്കൗണ്ട് ഒക്കെ എത്തില്ലേ. അപ്പോൾ 20 rupees കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഞാനത് മാക്സിമം പ്രൈസ് കുറച്ചിട്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, അല്ലാതൊന്നുമല്ല. പിന്നെ വലുത് വാങ്ങിക്കുമ്പോൾ, വില കൂടിയത് വാങ്ങിക്കുമ്പോൾ ചെയ്യുന്ന പണികൾ ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞതാണ്. നമ്മൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും കൂപ്പൺ കോഡ് അടിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് അതിൽ 500 rupees 700 rupees ഒക്കെ ഡിസ്കൗണ്ട്സ് കിട്ടും. വലുത് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ബെസ്റ്റ് നമ്മൾ എക്സിസ്റ്റിംഗ് അക്കൗണ്ടിൽ നിന്ന് ചെയ്യാതെ, അല്ലെങ്കിൽ ഇതേപോലെ കൂപ്പണുകൾ കളക്ട് ചെയ്യുക എന്നിട്ട് പർച്ചേസ് ചെയ്യുക. മീൻസ് എല്ലാവർക്കും അല്ല, പർച്ചേസ് ചെയ്യാൻ ചിലർക്ക് അധികം ഫണ്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിലുള്ള പണികളാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ കൂപ്പൺ കോഡുകളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ വെച്ചിട്ടൊക്കെ കയറിയതൊക്കെ
നമുക്ക് ഡിസ്കൗണ്ട്സ് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ മിന്ത്രയിലൊക്കെ ആണെങ്കിൽ പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്താൽ 200 റുപ്പീസ് എന്തോ അവർ ഓഫർ തരും. അതേപോലെ നൈക്കയിൽ തരും. അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതൊക്കെ ഞാൻ മുമ്പ് വീഡിയോ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇത് ഇവിടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് നല്ല പെർഫ്യൂമാണ് കേട്ടോ. ഹണിയൂത് നല്ല പെർഫ്യൂമാണ്. ബെല്ലാവിറ്റിൻ്റെ മറ്റ് പെർഫ്യൂംസ് പറഞ്ഞ പോലെയല്ല, നല്ല പ്രൊഡക്റ്റാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഉടനെ തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു എന്താ പറയുക, ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാനിങ്ങനെ കുറച്ച് പെർഫ്യൂംസ് അൺബോക്സ് ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ. ഈ ബ്ലാങ്കോ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇനിയിപ്പോൾ സിംഗിളായിട്ട് എടുത്തിട്ട് വീഡിയോ ചെയ്യണം. ഇപ്പോൾ ഞാൻ സ്മെൽ ചെയ്തതൊക്കെ പോയി. ഞാൻ ആ ഇന്ത്യൻ ഊത് എല്ലാം നശിപ്പിച്ചു. ഓക്കെ, ഇന്ത്യൻ ഊത് മോശം എന്നല്ല, അത് കൂടെ അപ്ലൈ ചെയ്തതോടുകൂടി പിന്നെ എനിക്കൊന്നും സ്മെല്ല് കിട്ടാതായി. അപ്പോൾ എന്തായാലും അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് വീഡിയോ ചെയ്ത് പോകാം. നോക്കാം സ്മെല്ലൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിങ്ങനെയൊക്കെ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഡിസ്കൗണ്ടിൽ കിട്ടും. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.